സാധാരണ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ഓരോ ശ്വാസവും വരുന്നതും പോകുന്നതും ശ്രദ്ധിക്കാം. ശ്വാസം തുടങ്ങുന്ന സ്ഥലവും അത് മുകളിലേക്ക് എവിടെ വരെ പോകുന്നു എന്നും അതിൻ്റെ താഴേക്കുള്ള യാത്രയും ഓരോ ശ്വാസവും പോകുന്ന വഴിയിൽ നമുക്ക് കിട്ടുന്ന ആശ്വാസവും ശ്രദ്ധിക്കാം. ശരീരം വളരെ സ്വതന്ത്രമായി വയ്ക്കുക. എവിടെയെങ്കിലും വേദനയോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ അത് കുറയുന്നത് കാണാം. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാതിരിക്കുക. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നാം ശ്രീ ലളിതാംബികയെ നമ്മുടെ അകത്തേക്ക് കാണാനും അകത്ത് യാത്ര ചെയ്യിപ്പിക്കാനും ആ അമ്മയുടെ, ആ ഭഗവതിയുടെ മുഴുവൻ ശക്തിയും നമ്മുടെ ഉള്ളിൽ കാണാനും പോവുകയാണ്. വലിയ കാര്യമാണ്. അപ്പോൾ ശ്രദ്ധയോടെ, സ്നേഹത്തോടെ, ഭക്തിയോടെ, ഏറ്റവും അധികം പ്രണയത്തോടെ ദേവിയോട്, ആ അമ്മയുടെ കാലുകളിൽ ശിരസ് നമിച്ച് ഇരിക്കുക. വളരെ കാരുണ്യത്തോടെ, വളരെ ഏറ്റവും ലളിതമായി, നമ്മൾ മനുഷ്യരൊന്നുമല്ല, ആ പ്രപഞ്ച ശക്തിയുടെ മുന്നിൽ നമ്മളൊന്നുമല്ല എന്ന് വിചാരിച്ചിരിക്കാം. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ശരീരവും മനസ്സും നമ്മളെല്ലാം ശ്രദ്ധിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. സ്വസ്ഥമായിരിക്കുക. ശ്വാസം മുകളിലേക്ക് പോകുന്നു. വളരെ സ്വതന്ത്രമായി മുകളിൽ വരെ പോയി അത് തിരിച്ച് നമ്മുടെ നട്ടെല്ലിനുള്ളിലൂടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുന്നു. അവിടെ ഒരു ചുവന്ന നിറത്തിലുള്ളൊരു രൂപം നമുക്ക് കാണാം. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. സ്നേഹത്തോടെ പറയുക, ഓം ശ്രീ മഹാദേവി നമഃ. സിന്ദൂരാരുണ വിഗ്രഹം, ചുവന്ന നിറത്തിലുള്ള ഒരു വളരെ മനോഹരിയായിട്ട് ദേവി ഒരു വിഗ്രഹം കണക്കെ നമ്മുടെ മൂലാധാര ചക്രത്തിലിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ദേവിയുടെ ആ മുഴുവൻ രൂപവും. ത്രിനയനാം, ദേവിയുടെ മൂന്നാം കണ്ണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ദേവിക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും കാണാം. ആ ത്രിനയന, മൂന്നാം കണ്ണുമായിരിക്കുന്ന ദേവി സ്മിതമുഖിയും വളരെ സന്തോഷവതിയായി ചെറിയൊരു മന്ദഹാസത്തോടെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ദേവിയുടെ മുഖത്തുള്ള ആ പുഞ്ചിരി. അത് ദേവിയുടെ മുഖത്തെ കാന്തി 1000 സൂര്യൻ ഉദിച്ച പോലെയാണ്. മാപീനവക്ഷോരുഹാം, ദേവിയുടെ നിറഞ്ഞ മാറിടങ്ങൾ, അത് നമ്മുടെ ഭക്ഷണമാണ്. വലതു സ്തനം സൂര്യനും ഇടതു സ്തനം ചന്ദ്രനുമാണ്. പകൽ നമുക്ക് സൂര്യൻ ഭക്ഷണം തരുന്നു, രാത്രി ചന്ദ്രനും ഭക്ഷണം തരുന്നു. നമ്മുടെ അത്രയും സ്നേഹത്തോടെ നമ്മുടെ അമ്മയുടെ, നമ്മുടെ ഭക്ഷണമായ ആ മാറിടങ്ങൾ നമുക്ക് കാണാം. പാണിഭ്യാമളിപൂർണ രത്നചഷകം,
വണ്ടുകൾ ദേവിയുടെ കൈയുടെ ചുറ്റും ഇങ്ങനെ പറക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാണാം ചുവന്ന നിറത്തിൽ ഇരിക്കുന്നു ദേവി, ചുവന്ന ഉടയാടകളും അല്ലേ, സർവാഭരണ ഭൂഷിതയായിട്ടിരിക്കുകയാണ്. അതിൽ എന്തുകൊണ്ടാണ് വണ്ടുകൾ കൈയുടെ ചുറ്റും, നമുക്ക് ആ കൈ കാണാം, കൈയുടെ ചുറ്റും വണ്ടുകൾ മൂളുന്ന ശബ്ദം കേൾക്കാം. എന്തുകൊണ്ടാണ് കൈയുടെ ചുറ്റും വണ്ടുകൾ മൂളുന്നത്? അവിടെ ഒരു പാണിഭ്യാമളിപൂർണ രത്നചഷകം രക്തോൽപലം ബിഭ്രതീം, ദേവിയുടെ കയ്യിൽ ഒരു രത്നചഷകമുണ്ട്.